പ്രിയപ്പെട്ട ഒരാൾക്ക് അയാൾക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അയാളേക്കാൾ കൂടുതൽ സന്തോഷിക്കുക ചിലപ്പോൾ അത് നമ്മൾ തന്നെയായിരിക്കില്ലേ. ഇന്ന് എനിക്ക് അങ്ങനെ എൻ്റെ കലേശേട്ടനെ സന്തോഷിപ്പിക്കാൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ്. കലേശേട്ടൻ വരുന്ന ദിവസമാകുമ്പോൾ ഞാൻ ചോദിക്കും എന്താ കഴിക്കാൻ വേണ്ടതെന്ന്. എപ്പോഴും പറയും എനിക്ക് ഈ ചിക്കനും ബീഫും ഒന്നും വേണ്ട വീണ, ഇത് കഴിച്ച് ഞാൻ മടുത്തു എന്ന്. എന്നാലും എന്ത് വേണമെന്ന് കറക്റ്റ് പറയില്ലായിരുന്നു. പക്ഷെ ഇന്നലെ എപ്പോഴും ഒരു ടോക്കിനിടയ്ക്ക് എനിക്കത് വീണ് കിട്ടിയിട്ടോ. വീണ എനിക്ക് പൊതിച്ചോറ് മതിയെന്ന്, നല്ല ചമ്മന്തിയൊക്കെയുള്ള പൊതിച്ചോറ്. ഓ എൻ്റെ അമ്മേ, എനിക്കത് എന്തോ ഭയങ്കര സന്തോഷമായി. അങ്ങനെ പറഞ്ഞല്ലോ. പിന്നെ എൻ്റെ മനസ്സ് മുഴുവൻ ആ പൊതിച്ചോറിൻ്റെ പുറകിനായിരുന്നു. അങ്ങനെ ആദ്യം തന്നെ കൊഞ്ചൊക്കെ റോസ്റ്റ് ചെയ്ത് വെച്ചു കേട്ടോ. ഇനി വെക്കാൻ പോകുന്നത് നല്ല ഒന്നാന്തരം ആലപ്പുഴ മീൻകറിയാണ്. അത് മാങ്ങ ഇട്ട് വെക്കണമെന്നാണ് പറഞ്ഞത്. ഞാൻ മാങ്ങ വാങ്ങിക്കുകയും ചെയ്തു കേട്ടോ. പക്ഷെ എന്തോ ആ സമയത്ത് എൻ്റെ ഓർമ്മയിലേക്ക് വന്നില്ല. ഞാൻ പുളിയാണ് ഇട്ടത്. ഇങ്ങനെ നന്നായിട്ട് മുളകൊക്കെ വഴറ്റി വെള്ളം ഒഴിച്ച്, ഒത്തിരി വെള്ളം ഒഴിക്കില്ല കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ച് ആ വെള്ളത്തിൽ കിടന്ന ആ മസാല തിളയ്ക്കുമ്പോൾ അതിനകത്തിൻ്റെ ഈ എണ്ണ വരും. ആ എണ്ണയ്ക്കകത്തിലോട്ട് വേണം പുളി ഉപ്പ് ഇട്ട് കൊടുക്കാൻ. അത് ഒന്ന് തിളച്ചതിന് ശേഷമാണ് മീൻ, മത്തിന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ട് മത്തി മീൻ മേടിച്ചത് അത് വിട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ചതേ നമ്മുടെ മത്തിക്കറി സെറ്റായിക്കൊണ്ടിരിക്കുന്ന മക്കളെ. ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് സെറ്റാക്കിയ അടിപൊളി. ഇത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പച്ചമാങ്ങയുടെ കാര്യം ഓർത്തത്. അത് ഞാൻ അരിഞ്ഞിട്ടായിരുന്നേ. ഇനി തോരൻ വേണ്ടേ? അതിന് ഏറ്റവും ബെസ്റ്റ് ക്യാബേജ് ആണെന്ന് എനിക്ക് തോന്നി. കലേശേട്ടന് വലിയ ഇഷ്ടക്കുറവൊന്നും ഇല്ലാത്ത കാര്യമാണ് ക്യാബേജ്. അങ്ങനെ ക്യാബേജ് തോരനും റെഡിയാക്കി. തോരൻ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ കടുകൊക്കെ വറുത്ത് തോരനൊക്കെ ഇട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്തപ്പോഴേക്കും നമ്മുടെ ക്യാബേജ് തോരൻ റെഡി. കണ്ടോ റെഡിയായിരിക്കുന്ന കണ്ടോ. ഇനി ഒരു മെഴുക്ക് വരട്ടി. അതേ പയറ് തന്നെ വേണം. അതെനിക്കറിയാം, എൻ്റെ കലേശേട്ടന് ഭയങ്കര ഇഷ്ടമാണ് പയറ് മെഴുക്ക് വരട്ടി. അങ്ങനെ പയറ് മെഴുക്ക് വരട്ടി വെച്ചു. അതും എല്ലാവരും വെക്കുന്ന പോലെ തന്നെ. എന്താണ്, പയറും പച്ചമുളകും സവാളയും കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട്. പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പച്ച വെളിച്ചെണ്ണയാണ് കേട്ടോ. ഈ പച്ച വെളിച്ചെണ്ണ വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞാലുള്ള ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഞങ്ങളിവിടെ സ്ഥിരം സൺഫ്ലവർ ഓയിലാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം പച്ച വെളിച്ചെണ്ണ യൂസ് ചെയ്തപ്പോഴുള്ള ഡിഫറൻസ് ഭയങ്കരമായിട്ട് നമുക്കറിയാൻ പറ്റും. എന്നും പച്ച വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നവർക്ക് ചിലപ്പോൾ അത്ര അറിയില്ല. ഇതുപോലെ നമ്മളെപ്പോലെ വല്ലപ്പോഴും ഉപയോഗിക്കുന്നവർക്ക് ശരിക്കും അത് കണക്റ്റ് ആവും കേട്ടോ. അങ്ങനെ നമ്മുടെ പയറ് മെഴുക്കുവരട്ടി റെഡി.